ഗുഡ് മോർണിംഗ്. അപ്പം രാവിലെയായി. സമയം എത്രയായി വിഷ്ണു? 7 മണിയായി. ഇനിയൊരു എത്ര മണിക്കുള്ളിൽ ഇറങ്ങണം? 9:15 അങ്ങ് ഇവിടെ നിന്ന് ഇറങ്ങണം. വണ്ടി കൊടുക്കണം. അപ്പം അതൊക്കെ ഉണ്ട്. നല്ല ക്ഷീണം. എനിക്ക് കാല് ഭയങ്കരമായിട്ട് വേദനയാവുന്നുണ്ട്. അത് ശരി. എന്തിനാ ഞാൻ പുറത്തത്തെ വ്യൂ കാണിച്ചതായിട്ട്? ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് ഫുള്ള് ഇവിടെ ക്യൂബെക്കിൽ ഫുള്ള് ഹോട്ടൽസ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഞാൻ ഇത്ര നേരം അത് ആലോചിച്ചിട്ടല്ല. കാണുന്നത് സീ ആട്ടോ. സിയാ വിഷ്ണു? സീ അല്ലേ? പെട്ടെന്ന് കുളിച്ച് റെഡി ആയിട്ട് വേണം ഇറങ്ങാൻ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, വണ്ടി നമുക്ക് ഓയിൽ ചേഞ്ചിന് കൊടുക്കണം. അത് കൊടുത്തിട്ട് നമുക്ക് ഊബറിൽ പോവാന്ന് വെച്ചു. അങ്ങനെയാണ് പരിപാടി. അപ്പം നമുക്ക് റെഡി ആയിട്ട് കാണാം. ഓക്കെ. ഹായ്. ഇപ്പം നമ്മൾ റെഡിയൊക്കെ ആയി ഹോട്ടലിൽ നിന്ന് ഇറങ്ങുകയാണ്. നല്ല ക്ലൈമറ്റ്. വിഷ്ണു ഒരു ഹായ് പറയൂ. ഒരു ഹായ്. നല്ല വെയിലുമാണ് ഇവിടെ. വിഷ്ണുതേ പോകണം. ഫ്രഞ്ച് പഠിക്കണം എന്നൊക്കെ ഒരാഗ്രഹമുണ്ട്. ഇങ്ങോട്ടേക്ക് വരിക എന്ന് പറഞ്ഞപ്പം കുറച്ച് ബേസിക് ആയിട്ടുള്ള വാക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. അത്ര മാത്രമേ. അല്ലാതെ ഭയങ്കര ഫ്ലുവൻ്റ് ആയിട്ടൊന്നും അറിയില്ല. കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. ക്യൂബെക് സിറ്റി. ക്യൂബെക് എന്ന് പറയുന്നത് നമ്മളെ കാനഡയുടെ ദ ലാർജസ്റ്റ് പ്രോവിൻസ് ആണ്. 50% ഓഫ് കാനഡ ഇസ് ക്യൂബെക്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള ക്യൂബെക്കിൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ് ക്യൂബെക് സിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെയാണുള്ളത്. ഇവിടെ കുറച്ച് ഓൾഡ് ക്യൂബെക്ക് ഉണ്ട് കാണാൻ. അതാണ് മെയിൻലി. ഇവിടെ ഒരു സ്ട്രീറ്റിൻ്റെ പേരുണ്ട്. എന്താ? പെറ്റിറ്റ് ചാംപ്ലിൻ. എനിക്കറിയില്ല പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ സോറി. അങ്ങനെയാണ് ഒരു സ്ട്രീറ്റാണത്. ഈ കോബ്ലർ സ്റ്റോണൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന സ്ട്രീറ്റാണ്. അപ്പം അത് ജസ്റ്റ് പെഡസ്ട്രിയൻ മാത്രമേ ഉള്ളൂ. വണ്ടിയൊന്നും അല്ല അവിടെ അല്ല. ഈ ഒരു റോഡ് ഉണ്ടല്ലോ, ഭയങ്കര കയറ്റമുള്ള റോഡാണ്. അപ്പം ഞാൻ ഈ ഷൂസ് ഇട്ടുകൊണ്ടും എനിക്ക് ഭയങ്കര ഒരു സ്ലിപ്പ് ആവുന്ന മാതിരി തോന്നുന്നു. ഗ്രിപ്പ് കിട്ടാത്ത മാതിരിയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും താഴോട്ട് നോക്കിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായ. ക്യൂബെക് സിറ്റി ആക്ച്വലി ഭയങ്കര ഗ്രീനറി അറിഞ്ഞതാട്ടോ. എനിക്കറിയില്ല ഇനി എൻ്റെ ക്യൂബെക്കും അങ്ങനെ തന്നെയാണോന്ന് അറിയില്ല. പക്ഷേങ്കിൽ ഭയങ്കര നമുക്കൊരു നാട്ടിലൊക്കെ പോയ മാതിരിയുള്ള ഫീലിംഗ് ആണ്. നേരത്തെ പറഞ്ഞ മാതിരി ഫസ്റ്റ് നമുക്ക് വണ്ടി ആദ്യം ഓയിൽ ചേഞ്ചിന് അവിടെ കൊടുക്കണം. എന്നിട്ട് ഊബർ എടുത്തിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന സ്ട്രീറ്റിലോട്ട് പോകണമെങ്കിൽ പെഡസ്ട്രിയൻ ആണല്ലോ. ഇപ്പോൾ വണ്ടി അലൗഡ് അല്ല. അപ്പോൾ ബെറ്റർ ഊബറിലോട്ട് പോകുന്നതായിരിക്കും. ഇപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക സ്ട്രീറ്റാണ്. കാനഡേൻ്റെ യൂറോപ്പ് എന്നാണ് ഈ സ്ട്രീറ്റിന് പറയുന്നത്. അപ്പം നമുക്ക് എന്നാ ഒന്ന് കാനഡേൻ്റെ യൂറോപ്പിനെ കളിച്ച് വരാം. ഓക്കെ. ഇത് വണ്ടി ഇന്നലെ മഴയൊക്കെ പെയ്തിട്ടുണ്ടല്ലോ. നല്ല കൂട്ടപ്പനായിട്ടുണ്ട് വണ്ടി. നല്ല എന്താ പറയുക, കാണിച്ചത് നല്ല സുന്ദര മണിയായിട്ടുണ്ട് വണ്ടി. വിഷ്ണു ഹോട്ടലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടൽ. അപ്പോൾ നമുക്ക് വണ്ടി കയറാം. അങ്ങനെ വണ്ടിയുടെ പണി കഴിഞ്ഞു. ഇവിടെ തന്നെ നിൽക്കാമെന്ന് വെച്ചു. ഇനി കാരണം വണ്ടിയില്ലാതെ 1 hour കൊണ്ട് വണ്ടി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. വണ്ടിയുടെ പണി കഴിഞ്ഞു. എൻ്റെ അമ്മോ
ഫ്രഞ്ച് അറിയാത്തതുകൊണ്ട് നന്നായിട്ട് പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഫ്രഞ്ച് അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ ഫ്രഞ്ചിൽ തന്നെ സംസാരിക്കും. കുഴപ്പമില്ല, വേറെ സ്ഥലത്ത് വന്നതല്ലേ, അപ്പം നമ്മൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുഴപ്പമില്ല. മഴ വരാൻ പോകുന്നുണ്ട്. ഇനി നമ്മൾ ഓൾമോസ്റ്റ് ലഞ്ചിൻ്റെ ടൈമൊക്കെ ആയി 11:30 കഴിഞ്ഞു. ഇനി വണ്ടി കയറിയിട്ട് വേണം ഡിസൈഡ് ചെയ്യാൻ എന്താ പ്ലാൻ എന്നൊക്കെ. അപ്പോൾ വണ്ടി എന്തായാലും കണ്ടീഷനായിട്ടുണ്ട്. അതൊരു വലിയൊരു ടെൻഷനായിരുന്നു. ഡ്രൈവൊക്കെ ചെയ്യേണ്ടില്ലേ, നാളെ തിരിച്ചൊക്കെ പോകേണ്ടി. ഇൻ കേസ് ക്യുബെക് സിറ്റി ഒക്കെ ആരെങ്കിലും കറങ്ങാനൊക്കെ വരികയാണെങ്കിൽ ഹൈലി റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു ക്രൂസ് എക്സ്പീരിയൻസ് ആണ്. AML എന്നെങ്ങാണ് ക്രൂസിൻ്റെ പേര്. നമുക്കൊരു 1.5 hours കുറേ പ്ലേസസ് കവർ ചെയ്യും അവർ ആ ക്രൂസിൽ തന്നെ. അല്ലെങ്കിൽ സൺഡേസ്, എല്ലാ സൺഡേസും അവർക്കൊരു 3.5 hours ഒരു ക്രൂസിൻ്റെ എക്സ്പീരിയൻസും കൂടി ഉണ്ട്. വിത്ത് DJ, ഫുഡ് ആൻഡ് ബെവറേജ് ഒക്കെ ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും വരികയാണെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്ന് എൻക്വയറി ചെയ്യുക. 1.5 hours $65, 3.5 hours $95 ആണെന്ന് തോന്നുന്നു അപ്രോക്സിമേറ്റ്ലി ഉള്ള. അപ്പം അത് നിങ്ങൾ ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 85% ക്യൂബെക് സിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ പാർക്കിംഗ് കിട്ടാനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മൾ ഈ പെറ്റീറ്റ് ചാംപ്ലിൻ എന്ന് പറയുന്ന സ്ട്രീറ്റിൻ്റെ അടുത്തുള്ള പാർക്കിംഗ് ലോട്ടിൽ തന്നെയായിരുന്നു എടുത്തിട്ടുണ്ടായത്. അവിടെ സൺഡേസ് ആയതുകൊണ്ട് ടാരിഫ് വന്നിട്ട് $20 ആയിരുന്നു. പക്ഷെ അത് നെക്സ്റ്റ് മോർണിംഗ് 7 AM വരെ നമുക്ക് മൾട്ടിപ്പിൾ എൻട്രീസ് ആയിരുന്നു. അല്ലെങ്കിൽ വീക്ക് ഡേയ്സിൽ നോർമലി ഇത് വരുന്നത് $12.99 ഫോർ 2 hours ആയിരുന്നു. നമ്മളിപ്പോൾ പോകുന്നത് ഓൾഡ് ക്യുബെക് റോഡിലാണ്. പഴയ ബിൽഡിങ്സ് ഒക്കെയാണ് ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത്. ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. സമ്മർ സീസണും പിന്നെ ഇന്നൊരു സൺഡേ ആയതുകൊണ്ടാണ് ഭയങ്കര ക്രൗഡായിരുന്നു, ഭയങ്കര റഷായിരുന്നു. ബസ്സിലൊക്കെ ആയിരുന്നു ആൾക്കാർ വന്നിട്ട് ഇറങ്ങുന്നുണ്ടായി. ഈ സ്ട്രീറ്റ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറച്ച് നല്ല ഫേമസ് ആയിട്ടുള്ള സ്ട്രീറ്റാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ക്രൂസ് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതും അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. 11:30 ഫസ്റ്റ് ക്രൂസ്. അവർ ഓൾറെഡി പ്രിപ്പയർ ആയിട്ട് നിൽക്കുകയാണ് ആൾക്കാർ എടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് ഡെക്കിലൊക്കെ നല്ല സ്പേസ് ഉണ്ട്. നമുക്ക് അവിടെ നിന്നിട്ട് വെയിൽ വാച്ചിങ്ങും ഉണ്ട്. പിന്നെ നല്ല സൈറ്റ് സീയിങ് എക്സ്പ്ലോറും ചെയ്യാം ഈ ക്രൂസിലൂടെ. ഈ ക്രൂസിനെ പറ്റി ആക്ച്വലി ഞാൻ മൺഡേ അറിഞ്ഞത്. പിന്നെ നമുക്ക് തിരിച്ച് വരേണ്ട ഒരു ഇതിലൊക്കെ ആയതുകൊണ്ട് പിന്നെ എനിക്ക് ബുക്ക് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടല്ലോ. പക്ഷെ ആക്ച്വലി ഇത് മിസ് ചെയ്തു. അതിൻ്റെ ഒരു ചെറിയ റിഗ്രറ്റ് ഉണ്ടായി. കുറച്ചും കൂടി വെൽ പ്രിപ്പയർഡ് ആയിരുന്നെങ്കിൽ ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാമായിരുന്നു. നമ്മളിപ്പോൾ പോകാൻ പോകുന്ന സ്ട്രീറ്റിൻ്റെ പേരെന്താണെന്നറിയോ? കാർട്ടിയർ പെറ്റീറ്റ് ഷാംപ്ലിൻ എന്നാണ്. ഇതൊരു ഫ്രഞ്ച് നെയിമാണ്, അതുകൊണ്ട് എനിക്ക് പ്രൊനൗൺസിയേഷൻ അത്ര വലിയ ശരിയില്ല. ബട്ട് ഓൾമോസ്റ്റ് ഞാൻ കറക്റ്റായിട്ട് പ്രൊനൗൺസ് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഈ കാർട്ടിയറിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ നെയ്ബർഹുഡ്, പെറ്റീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിറ്റിൽ. ലിറ്റിൽ നെയ്ബർഹുഡാണ്. പിന്നെ ഷാംപ്ലിൻ എന്ന് പറയുന്ന ഈ ക്യൂബെക് സിറ്റീൻ്റെ ഫൗണ്ടറും പിന്നെ ഒരു ക്യൂബെക് സിറ്റി എക്സ്പ്ലോർ ചെയ്ത ഒരാളുമാണ് സാമുവൽ ഡി ഷാംപ്ലിൻ. അപ്പം അവരുടെ സർനെയിമിലാണ് ഈ സ്ട്രീറ്റ് അറിയപ്പെടുന്നത്. ഈ ഒരു സ്ട്രീറ്റ് നോർത്ത് അമേരിക്കയിൽ ദി ഓൾഡസ്റ്റ് കൊമേഴ്ഷ്യൽ ഡിസ്ട്രിക്റ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത്. ഈ പെറ്റീറ്റ് ഷാംപ്ലിനെ ഭയങ്കരമായിട്ട് അട്രാക്റ്റീവ് ചെയ്യുന്ന ഈ ഒരു യൂറോപ്യൻ അറ്റ്മോസ്ഫിയറും ഈ കോബിൾ സ്റ്റോണിൻ്റെ സ്ട്രീറ്റ് വർക്ക്സും പിന്നെ ഭയങ്കരമായിട്ട് ഹിസ്റ്റോറിക് ആർക്കിടെക്ചറും കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സാണ് ഇതിൻ്റെ മെയിൻ ക്യാച്ചിങ് തിങ് എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് കഫേസ് ഉണ്ട് കേട്ടോ. കഫേസ് മാത്രമല്ല, ഒരുപാട് ഫ്രഞ്ച് റെസ്റ്റോറൻറ്റ്സും ഉണ്ട്, ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റും ഉണ്ട്, പിന്നെ നല്ല അടിപൊളി ബുട്ടീക്സും ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നല്ല അടിപൊളിയാണ്. പെറ്റീറ്റ് ഷാംപ്ലിൻ സ്ട്രീറ്റിൻ്റെ മെയിൻ അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു സ്പോട്ടാണ് ഈ കാണുന്ന ചർച്ചിൻ്റെ പേര് വന്നിട്ട് നോട്രി ഡാം ഡെസ് വിക്ടോറിയസ് ആണ്. ഈ ചർച്ച് സ്ഥിരീകരിക്കുന്ന സ്പോട്ടിലായിരുന്നു ആദ്യം സാമുവൽ ഡി ഷാംപ്ലിൻ, അതായത് ഫൗണ്ടർ ഓഫ് ദി ക്യൂബെക് സിറ്റിയുടെ ഒറിജിനൽ വീടുണ്ടായത്. അപ്പോൾ ഹിസ്റ്ററിയിൽ എന്താ പറയുന്നതെന്ന് വെച്ചാൽ
ആളുടെ വീട്ടിൻ്റെ യൂസ് ചെയ്ത സ്റ്റോൺസ് ആണ് ഇപ്പോഴും ഈ ചർച്ചിൻ്റെ വാൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ദിസ് ചർച്ച് ഈസ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ചർച്ച് ഇൻ നോർത്ത് അമേരിക്ക. നല്ല ഭംഗിയുള്ള ചർച്ച്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ചർച്ച് പോകുന്നത്, പക്ഷെ ഭയങ്കര ഭംഗിയായിരുന്നു കാണാൻ. ഈ കാണുന്ന പെയിന്റിംഗ് ഉണ്ടല്ലോ, അത് വെറും ഒരു പെയിന്റിംഗ് അല്ല, ക്യൂബെക് സിറ്റിന്റെ ഹിസ്റ്ററി പറയുന്ന ഒരു വലിയൊരു സ്റ്റോറി ബുക്കാണ്. 400 years മുന്നേ ഈ പെറ്റീറ്റ് ചാംപ്ലിനിൽ ആരൊക്കെ താമസിച്ചു എന്നാണ് ഈ പെയിന്റിംഗിൽ മൊത്തത്തിൽ കാണാൻ പറ്റുന്നത്. സെയിലേഴ്സും മെർച്ചൻസും പിന്നെ ഈ ഒരു പെറ്റീറ്റ് ചാംപ്ലിന് ദി ഓൾഡസ്റ്റ് നെയ്ബർഹുഡ് ആക്കാൻ സഹായിച്ച കുറെ ഹിസ്റ്റോറിക് ഫിഗേഴ്സ് ആയിരുന്നു ഇവിടെ താമസിച്ചിട്ടുണ്ട്. വിൻഡോസിലൂടെയും ബാൽക്കണിയിലൂടെയും പുറത്തോട്ട് നോക്കുന്ന ക്യാരക്ടേഴ്സ് ഈ പെയിന്റിങ്ങിന് ആക്ച്വലി ഭയങ്കരമായിട്ട് ലൈവ് കൊണ്ടുവരുന്നുണ്ട്. ഇത് വെറും ഒരു ആർട്ടല്ല, ക്യൂബെക് സിറ്റിന്റെ 400 വർഷത്തെ സ്റ്റോറിയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത്. നമ്മൾ ആക്ച്വലി കോഫിയും ക്രോസാൻറ്റും. എനിക്കിവിടെ വന്നിട്ട് ആകെ ഫുഡിൻ്റെ രീതി, എനിക്ക് ഫ്രഞ്ച് ക്യൂസിൻ എല്ലാം ഒന്നും പറ്റില്ല. അപ്പം ആകെ അത് രണ്ടൊന്നും ട്രൈ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അവിടെയാണ് ഉള്ളത്. ചോക്ലേറ്റ് ആൽമണ്ട് ചോക്ലേറ്റ് ആൽമണ്ട് ക്രോസാൻറ്റ് ഉണ്ട്, ടാർട്ട് ഉണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിട്ടുള്ള സ്പേസ് ആയിട്ടാണ്. ഇന്ന് ചായ കുടിക്കാൻ പറ്റുമോന്നൊന്നും അറിയില്ല. വിഷ്ണു 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 എന്താ എടുക്കുന്നത്? ചോക്ലേറ്റ് അല്ല? ഓക്കെ, എനിക്കത് മതി. പിന്നെ ചായ എന്തെടുക്കാം? ചായ അല്ല, ലാത്ത എടുക്കുന്നത്. കാരമൽ ലാത്ത ഉണ്ടോ നോക്കാം. ഇവർക്ക് സേവീസ് വേറെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് 2 ചോക്ലേറ്റ് ആൽമണ്ട് ക്രോസാൻറ്റും കാണുന്ന ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ, അതും എടുക്കാമെന്ന് വെച്ചു. ലാത്തെ ചോക്ലേറ്റ് കേക്ക്. കൈ എടുത്ത് ബേബി ക്യാമറ ശരിക്കും അവിടെ തന്നെ. ഭയങ്കര ഉള്ളിലാണ് ചോക്ലേറ്റിൻ്റെ ഇത്. പിന്നെ ഉള്ളിൽ നല്ല എന്തായാലും പറയാം ഫജ്ജോ അത്. പിന്നെ അതിൻ്റെ ഔട്ടർ ഭയങ്കര ടേസ്റ്റ്. എങ്ങനെയുണ്ട് വലിയ സിറ്റി സിറ്റി എന്ന് പറയുന്നത് സ്ട്രീറ്റ് ആണ്. ബെസ്റ്റ് സ്ട്രീറ്റ്, അടിപൊളി. നല്ല ക്രോസാൻറ്റും. അയ്യോ, ആ കടയുടെ പേരെന്തായിരുന്നു? ആ റെസ്റ്റോറൻറ്റിൻ്റെ പേരെന്തായിരുന്നു? പേരൊക്കെ ചോദിക്കുന്ന കേട്ടോ, ഇവർക്ക് പ്രൊനൗൺസിയേഷനൊക്കെ ചെയ്യാൻ പറ്റും. നല്ല അത്യാവശ്യം നല്ല കഷ്ടം. ലാ മേസൺ സ്മിത്ത്. ഓ, ഇതന്നെ ഞാൻ കണ്ടത് കേട്ടോ. ഇവിടെ തന്നെയാണ് കഴിക്കണം എന്ന് ചോദിച്ചത്. പിന്നെ നമ്മൾ നേരെ പോയത് ഒരു സൊവിനിയർ വാങ്ങാനാണ്. എന്തായാലും ട്രാവലിംഗ് ഒക്കെ ചെയ്തതല്ലേ, അപ്പം ജസ്റ്റ് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ചെറിയൊരു മാഗ്നറ്റ് മാതിരി എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചു. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, ക്യൂബെക്കിനുമായിട്ടുണ്ട്, പിന്നെ കാനഡയുടെയും കുറേ സൊവിനിയേഴ്സ് ഉണ്ട്. ബട്ട് നമുക്കൊരു ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു മാഗ്നറ്റ് മാതിരിയുള്ള സാധനത്തിനായിരുന്നു അന്വേഷിച്ച് നടന്നിട്ടുണ്ടായത്. ഇത് ചെറിയ നമ്മ ഇത് ക്യൂബെക്ക് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് പിടിച്ചേ ക്യൂബെക്ക്. നന്നായിട്ടില്ലേ? പൊട്ടും, പൊട്ടാതിരിക്കും. നമുക്ക് ആക്ച്വലി മാഗ്നറ്റ്സ് എടുക്കാമെന്ന് വെച്ചു. നല്ല ഭംഗിയുള്ള കുറേ ഉണ്ട്. ഇതെടുക്കാമല്ലോ, ഇതെടുത്താലോ എന്നാലോചിക്കാം. ഏത് കാണിക്കേ? കൂടുതൽ നല്ല ഭംഗിയുണ്ടാണ്. മീൻസ് ഇതിലെല്ലാം ഉണ്ട് വിഷ്ണനൊക്കെ. നമ്മൾ പെറ്റിയിട്ട് ഇപ്പം വന്ന സ്ട്രീറ്റ് ഉണ്ട്. പക്ഷെ എനിക്കിത് കുറച്ചും കൂടി ഭയങ്കര ഷൈനിങ്. ഇതിൻ്റെ ഫ്രഷ് ഇല്ല,
ഫ്രഷ് മീൻസ് ഓപ്പൺ ചെയ്യാത്ത ബോക്സ്. അങ്ങനെ തോന്നുന്നു വെക്കുന്നത്. ഇതെന്താ നോക്കിയ പാക്കറ്റ് വരും. ഇതോ ആ എല്ലാം അതന്നെ സെയിം. മീൻസ് അതെന്താ ഇവിടെ ഒരു അത് നിങ്ങളുടെ ഇത് ഫെയർമൗണ്ട് അങ്ങനെ എനിക്ക് വേണ്ട. എനിക്ക് ആക്ച്വലി ക്യൂബെക്ക് മൊത്തമായിട്ട് വേണ്ട. ഇപ്പോഴത്തേക്കും ബെസ്റ്റാണ്. ഇത് നന്നായിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ഈ ഒരു മാഗ്നറ്റ് എടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ സോനീർ കിട്ടിയിട്ടുണ്ട്. നല്ല മാഗ്നറ്റ്, എനിക്കിഷ്ടമായി ആക്ച്വലി. ഭയങ്കര ഒരു വൈബ്രൻറ്റ് കളറല്ലേ. അങ്ങനെ ഇതേ നമ്മളിതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഈ സ്റ്റെയർസ് എന്ന് പറയുന്നത് ബ്രേക്ക് നെക്ക് സ്റ്റെയർസ് എന്നാണ് കേട്ടോ പറയുക. അതായത് അപ്പർ ടൗണിനെയും ലോവർ ടൗണിനെയും കണക്ട് ചെയ്യുന്ന മാതിരിയുള്ള ഒരു സ്റ്റെയർസ് ആണ്. പിന്നെ ഈ കാണുന്ന കേബിൾ കാർ നേരെ പോകുന്നത് ഫെയർമൗണ്ട് ഹോട്ടലിലോട്ടാണ്. അടിപൊളി സംഭവം. ഫെയർമൗണ്ട് ഹോട്ടൽ എനിക്ക് കാനഡയിൽ കണ്ട ഏറ്റവും ബെസ്റ്റ് ഫെയർമൗണ്ട് ഹോട്ടൽ എനിക്ക് തോന്നുന്നത് ഇവിടെ ക്യൂബെക് സിറ്റിയിലാണ്. റെസ്റ്റോറൻറ്റ്സാ കൂടുതലല്ലേ? ഞാൻ മുടിയൊക്കെ വാരി കെട്ടി പോകാൻ പാടില്ല. വാരി കെട്ടിയിട്ട് പോവാണല്ലോ. പോവാമോ? എനിക്ക് തോന്നുന്നില്ല. സൈൻ ഒന്നും കാണിക്കുന്നില്ല. തിരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണം കഴിച്ചിട്ട് കുറച്ച് നേരം പോയി റൂമിലിരിക്കും. വേറെ പ്രത്യേകിച്ചൊന്നും അത് ചെയ്യുന്നില്ല. ഡിന്നർ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് നല്ല സ്പോട്ടിൽ നോക്കാം. ലഞ്ച് നമ്മളിവിടെ ഒരു ഇന്ത്യൻ ഹോട്ടലുണ്ട്. ഇവിടം വരെ വന്നിട്ട് ഇന്ത്യൻ ഹോട്ടൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് ഇന്ത്യൻ ഹോട്ടൽസ് ഇല്ല. അപ്പം ഇന്ത്യൻ ഹോട്ടൽസ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. കഴിക്കാൻ ഭയങ്കര ഒരു ക്രേവിങ് വന്നു. അത് കഴിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ മെനു ഒക്കെ ഫ്രഞ്ചിലാണ് ഉള്ളത്. നോക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ വണ്ടി കയറട്ടെ. പാർക്കിങ്ങിലോട്ട് എത്തി. ഇതിനല്ലേ കണ്ണട ഇട്ടുണ്ട്, കളർ മനസ്സിലാവും. ഓക്കെ ഗൈസ്, ഒരുപാട് സമയമൊന്നായില്ല. പക്ഷേങ്കിൽ നല്ല വിഷമപ്പെട്ടു. കുറേ നടന്നു. ഈ സ്ട്രീറ്റ് മെയിൻലി എനിക്ക് തോന്നുന്നത് ചെറിയ സ്ട്രീറ്റല്ലേ വിഷ്ണു? പക്ഷെ അവിടുന്ന് ഇവിടുന്നൊക്കെ ഗല്ലിയുള്ളതുകൊണ്ട് അങ്ങനെയല്ലേ? പക്ഷേങ്കിൽ അടിപൊളി സ്ട്രീറ്റാണ്. നമുക്കിങ്ങനെ നടന്നു പോകാൻ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഓപ്ഷൻസ് ഉണ്ട്. എനിക്കൊന്നും അത് മിക്കവാറും എല്ലാം ഫ്രഞ്ച് ക്വിസിനായിരിക്കും. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കര ഫ്രഞ്ച് ക്വിസിൻ്റെ ഫാനൊന്നുമല്ല. എനിക്ക് ആദ്യം ഇവിടെ വന്നിട്ട് കഴിക്കണം എന്ന് തോന്നി. എനിക്ക് ക്രൊസാൻറ്റും പിന്നെ കോഫിയായിരുന്നു. ഞാൻ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഭയങ്കര ഒരു സോഫ്റ്റ് അല്ലേ ക്രൊസാനൊക്കെ. പിന്നെ ആ ചിക്കൻ ആയിരുന്നു, ചോക്ലേറ്റ് കേക്കും, അത് മാത്രമേ ഉള്ളൂ. എനിക്കിഷ്ടമായി. ഡിന്നർ നമുക്കൊരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ് പിടിക്കാമല്ലോ. അതാകുമ്പോൾ പിന്നെ കുഴപ്പമില്ല. എനിക്ക് ഫ്രഞ്ച് അങ്ങനെ ഓക്കെ അല്ല. വിഷ്ണുവിന് ഓക്കെ അല്ലേ ഫ്രഞ്ച്? വിഷ്ണുവിനെ ഫ്രഞ്ചിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്കത് ഫ്രഞ്ച് ക്വിസിന് അത്ര വലിയ പിടുത്തം പിടിക്കില്ല. എന്നിട്ട് നമുക്ക് ഇറ്റാലിയനിലോട്ട് ചേക്കേറാം. ഞാൻ ആക്ച്വലി രാവിലെ ഈ ചേച്ചിൻ്റെ അടുത്തൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ, ക്യൂബെക്ക് എന്നല്ല
കുബെക്ക് കാനഡേന്റെ വലിയൊരു പ്രോവിൻസ് തന്നെയാണ്. 50% ഓഫ് കുബെക്ക് എന്നാണെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേങ്കിൽ അതാകെ 15% ഉള്ളൂ. അത് എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കാണ്. നമ്മൾ തെറ്റ് പറയാൻ പാടില്ലല്ലോ. ഇല്ല വിഷ്ണു, ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ ലാർജസ്റ്റ് പ്രോവിൻസ് എന്ന് വെച്ചാൽ കുബെക്ക് അല്ലേ? ലാർജസ്റ്റ് പ്രോവിൻസ് കുബെക്ക് ആണ്. പക്ഷേ അത് 15% ഉള്ളൂ. 15% ഉള്ളൂ. അതെന്റെ സൈഡിൽ നിന്ന് വന്നൊരു തെറ്റാണ്. അപ്പം പക്ഷേങ്കിൽ വലിയ, ഞാൻ ആക്ച്വലി വിചാരിച്ച ഒണ്ടാരിയോ എന്നാണ് വിചാരിച്ചത് ഏറ്റവും വലിയ പ്രോവിൻസ്. പക്ഷേ കുബെക്കാന്ന് പറഞ്ഞത് വളരെ വളരെ ഞെട്ടിക്കുന്നൊരു കാര്യമായി. പക്ഷെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആട്ടോ. ഇവിടെ നമ്മളെ സെറ്റിലൊക്കെ ആവണമെങ്കിൽ പെട്രോളിന്റെ വിലയോ കുറഞ്ഞോ? ഇവിടെ കുറവ്. ഇവിടെ സെറ്റിൽ ആവണമെങ്കിൽ ഫ്രഞ്ച് മസ്റ്റാ. എനിക്കറിയില്ല മോൺട്രിയാലിന്റെ കാര്യമൊന്നും അറിയില്ല. പക്ഷെ ക്യുബെക് സിറ്റിയിലൊക്കെ നമുക്ക് നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ കുറച്ചൊരു ബേസിക് ഫ്രഞ്ചൊക്കെ പഠിച്ച് വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ഹായ് ഹലോ, നമ്മളൊരു സർവൈവൽ ഫ്രഞ്ച് ഒന്നും പഠിച്ചു വരണല്ലേ. അല്ലെങ്കിൽ ചില ആൾക്കാരൊക്കെ അടിപൊളിയാട്ടോ. നമ്മൾ ഹലോ എന്ന് ഇംഗ്ലീഷിൽ പറയുമ്പോൾ തന്നെ അവർ നമ്മൾക്ക് റിപ്ലൈ ഹലോ മറ്റേ ഇംഗ്ലീഷിൽ തന്നെ പറയും. ചിലത് മെയിൻലി ആ കനേഡിയൻ ടയേഴ്സിലൊക്കെ പോയപ്പോൾ നമ്മൾ അങ്ങോട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുക. പുള്ളിക്കാരന് നന്നായിട്ട് ഇംഗ്ലീഷ് പറയാനറിയാം. പക്ഷേങ്കിൽ ആള് ഫ്രഞ്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേങ്കിൽ ഓരോരോ പ്രോവിൻസിൻ്റെ ഇതായിരിക്കും. എന്നാലും ചില ആൾക്കാരൊക്കെ അടിപൊളിയാട്ടോ. നന്നായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ തന്നെ അവരും നമുക്ക് റിപ്ലൈയോ അങ്ങനെ തന്നെയാണ് തരുന്നത്. കുഴപ്പമില്ല. ഇനി വരുമ്പോൾ നമ്മൾ ഫ്രഞ്ച് പഠിക്കും. ഇനി നമ്മുടെ ഇവിടെ വന്നിട്ട് ഒരു മോട്ടിവേഷൻ കിട്ടി ഫ്രഞ്ച് പഠിക്കാൻ. ഇനി നമ്മൾ ഫ്രഞ്ച് പഠിച്ചിരിക്കും. അതാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ് അല്ലേ? നമ്മൾ മോൺട്രിയാലിൽ നെക്സ്റ്റ് ഇനി വരുന്നതിന് കട്ടുമുട്ട് നമ്മൾ ഫ്രഞ്ച് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കും. ഇതെന്നാ നമ്മളുണ്ടല്ലോ ഫുഡൊക്കെ കഴിക്കണമെന്ന് വെച്ചിട്ട് ആ സ്ട്രീറ്റിൽ ഒരു 3-4 പ്രാവശ്യം കറങ്ങി. പാർക്കിംഗ് തന്നെ സംഭവം അതിൻ്റെ അടുത്തില്ല. എന്നാൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡ് ഫുള്ളും ഫ്രഞ്ചോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചെന്ന് വെച്ചാൽ റൂമിലോട്ട് തിരിച്ചു വന്ന് ഫുഡ് ഓർഡർ ചെയ്തിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുക്കാന്ന് വെച്ചു. ഇനി ഇവിടുന്ന് ഇനി അങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടോ? ഇനി ഇങ്ങോട്ടും ഇല്ല. വയ്യ, കുറച്ച് റെസ്റ്റ് എടുക്കണം. ഒരുപാട് സ്ട്രെസ് ചെയ്തിട്ട് കറങ്ങാനൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് 2 ദിവസം പുറത്തേക്ക് വരാൻ, ഔട്ട് ഓഫ് ടൗൺ. വേറെ അങ്ങനെ ക്യുബെക്ക് അങ്ങനെ ഫുൾ ഇരുന്ന് കറങ്ങി സെക്കൻഡ് ബൈ സെക്കൻഡ് കാണണമെന്നൊന്നുമില്ല. ജസ്റ്റ് പുറത്ത് വന്നിട്ടൊന്ന് ജസ്റ്റ് എനിക്ക് ഈ ഒരു സ്ട്രീറ്റ് കാണണമെന്നായിരുന്നു മെയിൻലി ഉണ്ടായത്. അപ്പം അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ നമ്മളപ്പോൾ ഊബറിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ഗുഡ് മോർണിംഗ്. അപ്പം ഇന്നലെ നമ്മൾ തിപ്പ വരാന്ന് പറഞ്ഞിട്ട് പോയതായിരുന്നു. പക്ഷെ വന്ന് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്, കുറച്ച് റെസ്റ്റ് എടുക്കാന്ന് വെച്ചിട്ട് കിടന്നായിരുന്നു. അപ്പോഴത്തേക്ക് നന്നായിട്ട് ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് വെറുതെ പുറത്തിറങ്ങാൻ നോക്കിയപ്പോഴായിരുന്നു നല്ല മഴയായിരുന്നു. അപ്പം പിന്നെ എവിടെയും പോയില്ല. ഡിന്നറ് ഇവിടെ ഡെൽറ്റയിൽ തന്നെ ഒരു ബെസ്ട്രോയിൽ പോയിട്ട് നമ്മൾ കഴിച്ചു. ഇപ്പം നമ്മൾ ഇന്ന് മൺഡേ മോർണിംഗ്, ഇന്ന് നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ തിരിച്ച് ന്യൂ ബ്രോൺസ്വിക്കിലോട്ട് നമ്മുടെ ലോകത്തോട്ട് നമ്മൾ മടങ്ങി പോവുകയാണ്. അപ്പോൾ അതിന് മുമ്പേ ഇവിടെ ചെറുതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാമെന്ന് വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്ന് അപ്പം തന്നെ നമ്മൾ പാക്ക് ചെയ്തിട്ട് ഇറങ്ങുമല്ലേ. കുറച്ച് നേരം ഒന്ന് ഇരുന്ന് പാക്ക് ചെയ്തിട്ട് അപ്പം തന്നെ ഇറങ്ങും. നമുക്ക് ലേറ്റ് ചെക്കൗട്ട് 1 o'clock വരെ ഉണ്ട്. പക്ഷേ നമ്മൾ സിറ്റി ഒരു 12 o'clock അല്ലെങ്കിൽ 11:30 ഇറങ്ങണം. കാരണം ഭയങ്കര ട്രാഫിക് ആയിരിക്കും. ഫുൾ കൺസ്ട്രക്ഷൻ വർക്കാണ് നടക്കുന്നത്. അപ്പം വിചാരിച്ചു നമുക്ക് 1 o'clock ആകുമ്പോഴത്തേക്ക് ഇറങ്ങാം. അപ്പം ഇപ്പം ഹോട്ടൽ റൂം കീ എടുത്തു. അപ്പം എന്നാൽ നമുക്ക് പോവാം. ഓക്കെ.
നമ്മൾ 11th ഫ്ലോർ ആണുള്ളത്. അപ്പോൾ 2 ലിഫ്റ്റ് മാറി കയറാം. അതായത് 11 to 3rd വരെ ഒരു ഫ്ലോർ. 3rഡിലാണ് ഫുള്ള് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓപ്ഷനും ബാങ്ക്വറ്റ് ഹാളും മീറ്റിംഗ് റൂമും ഒക്കെ ഉള്ള. അവിടുന്ന് നമ്മൾ വേറെ ഒരു ലിഫ്റ്റ് എടുത്തിട്ടാണ് പോവാം. ഓക്കെ, തൊട്ടടുത്ത് തന്നെ അപ്പുറം ഇപ്പുറല്ലേ കിടക്കണം. ഇത്രയേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇനി ആകെ ഒരു 3 മിനിറ്റ് മാത്രമേ ഉള്ളൂ റെസ്റ്റോറൻറ്റിലോട്ട്. ഞാൻ ഈവനിങ്ങിന് ശേഷം പിന്നെ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. കാരണം നമ്മളൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ട്രിപ്പിന് വന്നതാണ്. അപ്പൊ 24 മണിക്കൂർ വ്ളോഗും ചെയ്ത് നടന്നു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ എന്ന് വെച്ചിട്ട് അപ്പൊ ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്ത് നമ്മൾ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായി. ഇവൻ 2 ദിവസത്തെ ട്രിപ്പ് മാത്രമാണെങ്കിൽ പോലും എനിക്കും വിഷ്ണുവിന് ഇത് ഭയങ്കര റിഫ്രഷിംഗ് ആയിട്ട് തോന്നി. നമ്മളെ ഡെയിലി റുട്ടീൻ ഒരു 2 ദിവസം ബ്രേക്ക് എടുക്കുക, അത്ര മാത്രമേ ഈ ട്രിപ്പിന്റെ ഒരു ഉദ്ദേശം തന്നെ. അതുകൊണ്ട് തന്നെ ഫുൾ ഐറ്റിനറി ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടല്ല ഈ ട്രിപ്പിന് ഇറങ്ങിയിട്ടുണ്ടായി. നമ്മൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് ഇങ്ങോട്ടേക്ക് വരാന്നുള്ളൊരു ഡിസിഷൻ എടുത്തത് തന്നെ. എവിടെയാണ് വിഷ്ണു? ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട്. ഇതാണ് റെസ്റ്റോറൻറ്റ്. ഹലോ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇവിടുത്തെ ടേബിൾ സെറ്റപ്പ്. ഇത് ആക്ച്വലി ഇവിടെ സെർവറിന് വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. പിന്നെ എക്സ്ട്രാ കോഫി റീഫിൽ ആണെങ്കിൽ അതിവിടെ ക്ലിക്ക് ചെയ്താൽ ക്രീമേഴ്സ്, ഷുഗർ, നമ്മുടെ ജാം, ഇതാണ് മെയിൻ. പുറത്തിരിക്കാൻ പറ്റില്ല, കാരണം നല്ല മഴയായുണ്ട്. മഴയല്ല, മഞ്ഞായുണ്ട്. നമുക്ക് പുറത്ത് പാരിയോ ഓപ്പൺ ചെയ്തിട്ടില്ല. കാരണം ലഞ്ചിനൊക്കെ ആയിരിക്കും പാരിയോ ഓപ്പൺ ചെയ്യും. പക്ഷെ എനിക്കിതിഷ്ടമായി. നല്ല സ്മോൾ കോസി ബൂത്ത് മാതിരി ഉണ്ട്. അപ്പം മെനു നോക്കിയിട്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടെ കേട്ടോ. കോഫീസ്, ഷാലറ്റ് മോക്ക, ലാത്തെ മാക്കിയാത്തോ വിത്ത് ടച്ച് ഓഫ് ചോക്ലേറ്റ് സെർവ്ഡ് ഇൻ എ പ്ലെയിൻ ടോസ്റ്റഡ് മാഷ്നത്. പിന്നെ മെയിനായിട്ട് ഇതാ ദി ഓൾ ഐ വാണ്ട് ഇറ്റ് ഓൾ ബ്രഞ്ചിൻ്റെ ഇതായിരിക്കും. ഈ ഒരു സ്ട്രീറ്റിലല്ല, കംപ്ലീറ്റ്ലി റെസ്റ്റോറൻറ്റ് പാറ്റിയോസ് ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു കാണാൻ. എനിക്ക് വീഡിയോയിൽ മൊത്തത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒറ്റൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ, എവിടെയും പാർക്കിംഗ് കിട്ടിയിട്ടില്ല. അപ്പോൾ വണ്ടി അവിടെ വേറെ സ്ട്രീറ്റിൽ നിർത്തിയിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലോട്ട് നടക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ബേക്ക് ബീൻസ്, എഗ്, ഇതാണോ കാന്റലോപ്പ്, പൈനാപ്പിൾ, ഹണി ഡ്യൂ, ഇത് ഗ്രീൻ അല്ലേ. പിന്നെ നമ്മുടെ ബ്രെഡ് ഉണ്ട് അവിടെ. ഇപ്പം പെട്ടെന്ന് കഴിക്കട്ടെ, ഒരുപാട് സമയമായി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതേ നമ്മൾ ഹോട്ടലിലെടുത്ത് എത്താറായി. അപ്പോഴേക്ക് വീട്ടിൽ നിന്നൊക്കെ വിളിച്ചുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഫുഡ് കഴിച്ചു, അടിപൊളി ഫുഡ്, ഭയങ്കര ഹെവി ഫുഡായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന്. അപ്പം ഇനി അവിടെ എത്തുന്നവരെ ഒന്നും വേണ്ടി വരില്ല തോന്നുന്നു. അപ്പം ഇനി നമ്മൾ പെട്ടെന്ന് പാക്ക് ചെയ്യുക, ഇറങ്ങുക. ഒരു മാക്സിമം പോയി ഒരു ഹാഫ് ആൻ അവർ. ചെക്കൗട്ട് ടൈം 1 o'clock വരെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് വേണ്ട, വെറുതെ എന്തിനാ. അങ്ങനെ നമ്മുടെ ക്യൂബെക് ട്രിപ്പ് ഇവിടെ, ക്യൂബെക് സിറ്റി ഇവിടെ അവസാനിക്കുകയാണ്. ഇവിടെ തിരിച്ചു പോവുക. സമയം എത്രയായി? 11:09. അപ്പം ട്രാഫിക്കൊക്കെ തുടങ്ങുന്നതിനായിട്ട് മുന്നിട്ട് കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങുന്നതിനായിട്ട് നമുക്ക് അവിടെ എത്തണം. അല്ല, റോഡ് കയറണം. പിന്നെ 6-6:30 വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എത്തുമായിരിക്കും. പിന്നെ നാളെ എനിക്ക് വർക്കിങ്ങാണ്. അപ്പം
കുറച്ച് നേരത്തെ പോയിട്ടൊന്ന് റെസ്റ്റ് എടുക്കാമല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്ലേസ്. തിരിച്ച് പോകണമെന്നേ ഇല്ല. അങ്ങനെ വരാം. ഇതൊരു തുടക്കമായിക്കോട്ടെ. എൻ്റെ ഹോട്ടലിലേക്ക് ഹോട്ടലിനോട് ബൈ ബൈ. കുറേ നിങ്ങളുണ്ട് കേട്ടോ. നമുക്കിനി അപ്പം കാണാം. അടിപൊളി ഹോട്ടലായിരുന്നു. നമ്മൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നതിനെക്കാട്ടും പാർക്കിംഗ് ഒക്കെ പേ ചെയ്തിട്ടുണ്ടായിട്ട് അപ്പോൾ നമുക്ക് QR കോഡ് കിട്ടിയിട്ടുണ്ടായി. അത് സ്കാൻ ചെയ്താൽ മൾട്ടിപ്പിൾ എൻട്രീസ് ആണ്. വിഷ്ണു കുറേ പ്രാവശ്യം ഇങ്ങനെ എഴുന്നേക്കുക അതൊക്കെയായിരുന്നു. ചെറിയ പാർക്കിംഗ് ലോട്ടായിരുന്നു. അപ്പം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ചെയ്ത് അടിപൊളിയാണ്. നല്ല സേഫ് ആയിട്ടൊക്കെ കാറൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാം. ഹോട്ടലിന്റെ തൊട്ട് പുറകെ തന്നെയാണ് പാർക്കിംഗ്. അതും കൂടി കഴിഞ്ഞാൽ ക്യൂബെക്കിന്റെ ട്രിപ്പ് അവസാനിക്കല്ലേ. വിഷമമുണ്ടോ? വിഷമില്ല. എനിക്ക് നല്ല വിഷമമുണ്ട്. എങ്ങനെയുണ്ടായി ക്യൂബെക്ക്? ഓക്കെ. ഹോട്ടൽ എങ്ങനെയുണ്ടായി? അടിപൊളിയായിരുന്നല്ലേ? നല്ല ഹോട്ടലൊക്കെ അടിപൊളിയായിരുന്നു. ക്യൂബെക്കും അടിപൊളിയായിരുന്നു. ജസ്റ്റ് ഭാഷാപരമായ പ്രശ്നങ്ങളല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. വലിയ പ്രശ്നമൊന്നുമില്ല. മാനേജബിൾ ആയിരുന്നു. വേറെ ഒറ്റൊരു പ്ലേസിൽ മാത്രം ഒരു ചെറിയൊരു തരത്തിലൊരു ഇതായിട്ടുള്ളൂ. ബട്ട് ബാക്കി എല്ലാ സ്ഥലത്തും പൊളിയായിരുന്നു. അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനേ തോന്നില്ല. ശരി ചെയ്യണം. പണി കിടക്കണ്ടേ? ഇനി പോയി പണിയെടുത്തിട്ടാണ് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അപ്പം വീട്ടിലെത്താൻ ഇനി 1.5 മണിക്കൂറും കൂടിയേ ഉള്ളൂ. മഴയുണ്ടായി. നല്ല റൂട്ടൊക്കെ ആയിരുന്നു. നമ്മൾ വൺ സ്ട്രെച്ചിന് എവിടെയും സ്റ്റോപ്പ് എടുക്കാതെ നിർത്തി. പക്ഷേങ്കിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 160 കിലോമീറ്റേഴ്സ് പെൻഡിങ് എന്ന സമയത്ത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയായിട്ടൊരു സ്നാക്കൊക്കെ വാങ്ങാൻ വേണ്ടി വണ്ടി എത്തിയിട്ടുണ്ട്. അതല്ലാതെ വേറെ ഒരു സ്റ്റോപ്പ് എടുത്തിട്ടേ ഉണ്ടായില്ല. ഒറ്റയ്ക്ക് നല്ല രസമുണ്ടായി. റോഡെല്ലാം അടിപൊളിയായിരുന്നു. നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ പൊളി ഡ്രൈവിംഗ് ആയിരുന്നു. തിരിച്ച് പിന്നെ നമ്മളിങ്ങനെ കുറേ സംസാരിച്ചല്ലോ തന്നെ മെയിൻ. അപ്പം ബാക്കി ഇനി വീട്ടിലെത്തിയിട്ട് സംസാരിക്കാം. ഓക്കെ. അങ്ങനെ നമ്മൾ വീട്ടിലെത്താറായി. ഇനി ഈ വീഡിയോ വലിച്ചു നീട്ടാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ക്യൂബെക് സിറ്റി പൊളിയായിരുന്നു. അടിപൊളി ലോങ് ഡ്രൈവും ഭയങ്കര എൻജോയ് ചെയ്തു. ഇത് ഡെഫിനറ്റ്ലി ഒരു തുടക്കം ആയിക്കോട്ടെ നമ്മുടെ ഒരു റോഡ് ട്രിപ്പിന്. ബട്ട് എന്തായാലും നമ്മൾ രണ്ടുപേരും ഒരുപാട് എൻജോയ് ചെയ്തു. നല്ല നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടായി. അപ്പം എത്രയും പെട്ടെന്ന് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ നോക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ്. ബൈ.